നമസ്കാരം. വാർത്താ നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. പാലക്കാട് മാത്രമല്ല, ചേലക്കരയിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. അങ്ങനെ തീപിടിച്ച രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഒരൽപ്പം ഒതുങ്ങിയിരിക്കുകയാണ്, ഇനി ബലം വരുന്നത് വരെയെങ്കിലും. ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം എന്ന് പറയാവുന്നത് സാക്ഷാൽ സന്ദീപ് വാര്യർ, BJPയുടെ ടെലിവിഷനിലൊക്കെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ ജി കോൺഗ്രസിൽ ചേർന്നത് തന്നെയാണ്. ഇനി അങ്ങോട്ട് കോൺഗ്രസിന് അദ്ദേഹം ഒരു അസറ്റ് ആകുമോ അതോ ബാധ്യതയാകുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തികളും വാക്കുകളും വാചകങ്ങളും പ്രസ്താവനകളും എല്ലാം എടുത്തു പരിശോധിച്ചാൽ അദ്ദേഹം കോൺഗ്രസിന് ഒരു ബാധ്യതയാവും എന്ന് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം BJP വിട്ട് അദ്ദേഹം വന്നതിനുള്ള ഒരു കാരണം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല എന്ന് തുടങ്ങി അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക്, അല്ലെ അമ്മ മരണപ്പെട്ട സമയത്ത് BJP നേതാക്കൾ എത്തിയില്ല എന്ന് തുടങ്ങി തികച്ചും വൈകാരികമായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ, അതായത് BJPയുമായുള്ള സന്ദീപ് വാര്യരുടെ എതിർപ്പുകൾ രൂപപ്പെട്ടു തുടങ്ങുന്നത്. ഇതിനു മുമ്പ് തന്നെ BJPക്കകത്ത് ഒരു മേൽത്തട്ട് കീഴ്ത്തട്ട് ജാതീയമായ ഒരു വേർതിരിവെല്ലാം ഉണ്ട്. കെ സുരേന്ദ്രനെ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല. ആ അംഗീകരിക്കാത്ത വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ സന്ദീപ് വാര്യർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തർക്കത്തിന്റെ പശ്ചാത്തലം സ്ഥാനമോഹവും രാഷ്ട്രീയവും കഴിഞ്ഞുള്ള ചില മാനങ്ങളുള്ളതായിരുന്നു. അങ്ങനെ BJPയുമായി കടുത്ത തെറ്റിലേക്ക് നീങ്ങിയതിന് പിന്നാലെയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ CPMുമായും CPIയുമായും ചില സംഭാഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആവശ്യപ്പെട്ടത്, അതായത് അവരുടെ നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന വിവരപ്രകാരം ഇവരെല്ലാം ആവശ്യപ്പെട്ടത് RSSനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പാർട്ടി വിട്ടു വരിക എന്നുള്ളതായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ആവണം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾ പിന്നീട് തുടരാതിരുന്നിട്ടുണ്ടാവുക. എന്തായാലും അങ്ങനെ കോയമ്പത്തൂർ വഴിയുള്ള ഓപ്പറേഷനുകൾക്കൊക്കെ ശേഷം അദ്ദേഹം കോൺഗ്രസിൽ എത്തി. പിന്നീട് സാക്ഷാൽ പാണക്കാട് തങ്ങളെ സന്ദർശിച്ച് കെട്ടിപ്പിടിച്ച് മതേതരത്വത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റും സ്വന്തമാക്കി. തുടർന്ന് സമസ്തയുടെ ജിഫ്രി തങ്ങളെ നേരിട്ട് പോയി കണ്ട് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയൊക്കെ കൊടുത്ത് അവിടെ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു. നേരത്തെ പ്രവാചകനെ ഉപദ്രവിക്കുകയും പിന്നീട് ഇസ്ലാം പുൽകുകയും ചെയ്ത ഖലീഫ ഉമറിന്റെ ഒരു നവകാല ഒരു സിംബലൊക്കെയായി അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും ഇതുവരെയായി RSSന്റെ അതല്ലെങ്കിൽ BJPയുടെ ആന്തരിക ചർച്ചകൾ, ആന്തരികമായിട്ടുള്ള അവരുടെ ഐഡിയോളജി, ഇതെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിലുള്ള ഒരു പ്രസ്താവന പോലും സന്ദീപ് വാര്യർ നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിനെ പ്രതിരോധിക്കാനായി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട CPM ഉയർത്തുന്ന വാദങ്ങളെ പ്രതിരോധിക്കാനായി പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് കണ്ണൂരിലെ RSSന്റെ നേതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തകരായിട്ടുള്ള ചിലർ CPMലേക്ക് ചേർന്ന കാര്യം. ഇതിൽ പ്രമുഖരായിട്ടുള്ളത് OK വാസു മാസ്റ്ററും അതുപോലെ അശോകനും സുധീഷ് മിന്നിയൊക്കെയാണ്. ഇവരുടെ കാര്യത്തിലും ഇപ്പോൾ സന്ദീപിന്റെ കാര്യത്തിലുമുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. സുധീഷ് മിന്നി കേരളം മുഴുവൻ, അതായത് സുധീഷ് മിന്നി RSS വിട്ട് പുറത്തു വന്നതിന് ശേഷം കേരളം മുഴുവൻ CPMന്റെയും DYFIയുടെയും എല്ലാം വേദികളിൽ RSSനെ തുറന്നു കാണിച്ചുകൊണ്ട്, അതായത് അതിനകത്ത് ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി, പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ RSSനകത്തുള്ള പല കാര്യങ്ങളും അവരുടെ ആന്തരികമായിട്ടുള്ള
അവരുടെ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട്, പൊതുസമൂഹത്തിന് വ്യക്തമാക്കിക്കൊണ്ട് പ്രസംഗ പരമ്പരകൾ തന്നെ നടത്തുകയുണ്ടായി. RSS മറ്റ് മതസ്ഥരോട് കാണിക്കുന്ന വിരോധം, അവരുടെ കമ്മ്യൂണിസ്റ്റ് വിരോധം, ഇതിനെല്ലാം ഉപരി RSSനകത്തുള്ള ജാതീയത ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ, തുറന്നു കാണിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ആധികാരികമായി അറിയാം, ഞാൻ പറയുന്നു എന്ന രീതിയിൽ സംസാരിക്കാൻ സുധീഷ് മിന്നിക്ക് കഴിഞ്ഞു. പിന്നീട് OK വാസുവും അശോകനും എല്ലാം കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള വേദികളിൽ ചെയ്തത് ഇക്കാര്യം തന്നെയാണ്. അതായത് അവർ BJPയിലുള്ള പ്രശ്നങ്ങളുടെ ഫലമായാണ്, സുധീഷ് മിന്നി RSSുമായുള്ള പ്രശ്നം കൊണ്ടാണ് പുറത്തു വന്നത്. എന്നാൽ OK വാസുവും അതുപോലെ അശോകനും ഒക്കെ പുറത്തു വരുന്നത് BJPക്കകത്തുള്ള ആന്തരികമായ പ്രശ്നങ്ങളെ തുടർന്നാണ്. പക്ഷെ അവർ പുറത്തു വന്നതിന് ശേഷം അവർ നടത്തിയിട്ടുള്ളത് RSSനെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു, RSSനെ തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു. അതായത് BJPയുടെ ഐഡിയോളജി എന്നുള്ളത് RSSന്റെ ഐഡിയോളജിയാണ്. അതിനെ തള്ളിപ്പറയുക, അതിനെ തുറന്നു കാണിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇവരെല്ലാവരും നടത്തിയത്. ഇവർ പാർട്ടി വിട്ട് വന്ന പിന്നാലെ, അതായത് BJP വിട്ടതിന്റെ അടുത്ത മണിക്കൂറിൽ CPIMൽ മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുള്ള ആളുകളായിരുന്നില്ല. ദീർഘകാലം അവർ പാർട്ടി അനുഭാവികളായി തുടരുകയും പാർട്ടി ഒരുക്കി കൊടുത്തിട്ടുള്ള പാർട്ടിയുടെയും അതുപോലെ അനുബന്ധ സംഘടനകളുടെയൊക്കെ വേദികളിൽ പ്രസംഗിക്കുകയും RSSനെതിരെ ശക്തമായ ഒരു രാഷ്ട്രീയ മുഖമായി മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇവർക്ക് മെമ്പർഷിപ്പ് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സന്ദീപ് ജി വന്നു കയറിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ വന്നു കയറുന്നതിന് മുമ്പ് തന്നെ മെമ്പർഷിപ്പായി താൻ കോൺഗ്രസ്സുകാരനായി എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ തുടങ്ങുന്നത് തന്നെ. ജാഹീലിയ കാലഘട്ടം ഉപേക്ഷിച്ചതോടെ അന്നത്തെ വാചകങ്ങൾക്കും അന്നത്തെ ഐഡിയോളജിക്കുമെന്നും പ്രസക്തിയില്ല എന്ന് പറയുന്ന സന്ദീപ് വാര്യർ രാഷ്ട്രീയമായി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ എന്താണെന്ന് നോക്കുക. നേരത്തെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി വെച്ച CPM സമം RSS എന്ന് പറയുന്ന, അല്ലെങ്കിൽ CPM BJP അഡ്ജസ്റ്റ്മെന്റ് എന്ന് കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു പറയുന്ന ആ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു വാചകം പോലും BJPയെ സംബന്ധിച്ചോ RSSനെ സംബന്ധിച്ചോ അവരുടെ ഐഡിയോളജി സംബന്ധിച്ചോ സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വർഷത്തിന്റെ ഒരു കണക്ക് കൂടി RSS നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. അത് തന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലം, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ഥലം RSS കാര്യാലയത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഞാൻ ഇവിടെ ഉണ്ട്, ഒരു വർഷം സമയവുമുണ്ട് എന്ന നിലയിലുള്ള ഒരു ഓഫർ കൂടി വെച്ചാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർജി അവിടെ നിൽക്കുന്നത്. പാലക്കാട്ടെ ബലം എന്തായാലും, ചേലക്കരയിലെ ബലം എന്തായാലും, വയനാട്ടിലെ ബലം എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിന് ഒരു ബാധ്യതയാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലുള്ള മറ്റൊരു രാഷ്ട്രീയ വിശകലനോ വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.